ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തെ അതായത് 2026 ആദ്യത്തെ നമ്മൾ ചക്കക്കൂട്ടാൻ വെക്കാൻ പോകാം. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്കയും കുരിയൊക്കെ ഇവിടെ അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കയും കുരിയൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചക്കക്കുരി ഇട്ട് കൊടുത്ത് പിന്നെ ചക്കച്ചോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ. അപ്പം ഞാൻ കല്ലുപ്പിട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 4-5 വിസിലടിച്ചെടുക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഉടഞ്ഞിട്ട് ഇങ്ങോട്ട് എരിശ്ശേരി പോലെ ആക്കിക്കേ, അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഇതൊന്ന് നമുക്ക് വിസിലടിച്ചിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചക്കയ്ക്ക് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നമ്മളത് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങയും പിന്നെ എരിവിന് ആവശ്യമായ കുറച്ച് കാന്താരി മുളകും പിന്നെ ചെറിയ ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് ഇഞ്ചി പറയാൻ പറ്റില്ല, 2 കഷ്ണം ഇഞ്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമുക്കിതിൽ ഒരു മെയിനായിട്ടുള്ള ഒരു ഐറ്റം കൂടി ചേർക്കേ. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി ചേർക്കണില്ല, ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ അരച്ചെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചട്ടി എടുത്ത് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ, അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കേ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിനയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളെ ചക്ക നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെറുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മെയിനായിട്ടുള്ള ഐറ്റം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ നമ്മൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ആ തേങ്ങ നമ്മൾ വറുത്തെടുത്ത തേങ്ങ ഇങ്ങനെ ഇടയിലൊക്കെ അടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ വറുത്തെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചക്കയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉടച്ചെടുത്തതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് എത്രയാണ് ഇതിൽ വെള്ളം വേണ്ടത് വെച്ചാൽ അത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ചക്കക്കൂട്ടാൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ കട്ടൻ ചായ ഉണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കട്ടൻ ചായയുടെ കൂടെ ഈ ഒരു ചക്കക്കറിയും കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മൾ ഈ ഒരു വർഷത്തെ ആദ്യമായിട്ട് നമുക്ക് ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് കറിയൊക്കെ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ കിട്ടാത്തവർക്ക് ഉണ്ടെങ്കിൽ ഈ ചക്ക കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കട്ടോ. അങ്ങനെ കട്ടൻ ചായയുടെ കൂടെ ഈ ഒരു ചക്കക്കറി കൊണ്ട് വെച്ച് നോക്കി കഴിച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചെറുള്ളിയൊക്കെ ഉള്ള ഇതുണ്ടല്ലോ, ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കക്കൂട്ടനൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെയൊന്ന് വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കാം കേട്ടോ. ഈ ഒരു കറി വെക്കാത്തവരുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ആരെങ്കിലും വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.